ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന നെഗറ്റീവ് ടെക്നിക്ക് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ഗോയിങ് ടു ദ ടെക്സ്റ്റ് ബുക്ക്, ഐ വിൽ ആസ്ക് ദി ക്വസ്റ്റ്യൻ. നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ ചിറകുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? നമ്മൾ ചിറകുള്ള മനുഷ്യന്മാരൊന്നും കണ്ടിട്ടില്ല. അത് നമുക്കൊരു അത്ഭുതമാണ്. നൗ ലെറ്റ്സ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. നറേറ്റീവ് ഡിവൈസസ്. Hello learners, let's begin with a story. Do you remember the story A Very Old Man with Enormous Wings by Gabriel Garcia Marquez? It was the story of an old angel who fell from the sky, wasn't it? Are you familiar with this story? A Very Old Man with Enormous Wings എന്ന ഗബ്രിയൽ ഗേഷ്യ മാർക്യൂസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതിൽ ഒരു ഓൾഡ് ഏഞ്ചൽ സ്കൈയിൽ നിന്നും താഴേക്ക് വീണു. ഡു യു റിമെമ്പർ ദ നെഗറ്റീവ് ടെക്നിക് ഓഫ് ദി സ്റ്റോറി? It is magical realism. We also learn the major features of magical realism. Let's recollect them. So, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ റിയൽ വേൾഡിൽ ചിറകുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കഥയിൽ, ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരു വൃദ്ധൻ വലിയ ചിറകുകളുമായി പ്രത്യക്ഷപ്പെട്ടാൽ അതാണ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം ഈസ് എ നെഗറ്റീവ് ടെക്നിക് വിച്ച് ബ്ലെൻഡ്സ് റിയലിസ്റ്റിക് ആൻഡ് മാജിക്കൽ എലമെന്റ്സ് ഇൻ റൈറ്റിംഗ്. ഗബ്രിയൽ ഗാർസിയ മാർക്യൂസ് വാസ് വൺ ഓഫ് ദ പ്രൊമിനന്റ് റൈറ്റേഴ്സ് ഹു എംപ്ലോയ്ഡ് ദിസ് ടെക്നിക്. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് എലമെന്റ്സും മാജിക്കൽ എലമെന്റ്സും ബ്ലെൻഡ് ചെയ്ത് എഴുതുന്ന ഒരു നെഗറ്റീവ് ടെക്നിക്കാണ്. ഗബ്രിയൽ ഗാർസിയ മാർക്യൂസ് ആണ് മാജിക്കൽ റിയലിസം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരുവിധം വർക്കുകളിലൊക്കെ നമുക്ക് മാജിക്കൽ റിയലിസം കാണാൻ കഴിയും. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്നുള്ളത്. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് മാജിക്കൽ റിയലിസം. റീഡ് ദ ഫോളോയിങ് പാസേജ്. ആ സ്റ്റോറിയിൽ മാജിക്കൽ റിയലിസം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് പാസേജായി കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് noon when Pelayo was coming back to the house. It was hard for him to see what was moving and groaning in the rear of the courtyard. എന്താണ് പറയുന്നത്? ലൈറ്റ് വളരെ കുറവാണ്, ന്യൂണായിട്ടുണ്ട്, എന്നാലും വെളിച്ചം കുറവാണ്. പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ സമയത്ത് അദ്ദേഹം വീട്ടുമുറ്റത്ത് എന്തോ ഇളകുന്നതും അതുപോലെ കരയുന്നതും പോയിട്ട് കേൾക്കുന്നു. ഈ ഒരു പാസേജിൽ നമ്മുടെ റൈറ്റർ ഒരു സാധാരണ ഒരു റിയൽ ആയിട്ടുള്ള ഒരു രംഗമാണ് കാണിക്കുന്നത്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. ദ മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമെൻഡസ് എഫേർട്സ് ദ മാൻ കുഡിന്റ് ഗെറ്റ് അപ്പ്, ഇംപീഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്. അങ്ങനെ പെലായോ അടുത്ത് പോയി നോക്കുകയാണ്. അപ്പോൾ ഒരു വൃദ്ധനെ കാണുന്നുണ്ട്. വൃദ്ധൻ എന്ത് ചെയ്യാണ്? ചളിയിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഇതെന്താണ്? ഒരു സാധാരണ സംഭവമാണ്. പക്ഷെ അടുത്ത വരിയിൽ നമ്മുടെ റൈറ്റർ പറയുന്നത് ഈ ഓൾഡ് മാൻ എന്തുണ്ട്? ചിറകുകളുണ്ട്. ഈ വൃദ്ധന് ചിറകുകളുണ്ട്. എത്ര എഫേർട്ട് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല? ചിറകിൻ്റെ ആ ഒരു ഭാരം കാരണം ഓൾഡ് മാന് എണീക്കാൻ പറ്റുന്നില്ല. ഇനി ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ആ വൃദ്ധൻ എന്ത് ചെയ്യാണ്? ചെളിയിൽ വീണ് കിടക്കുന്നുണ്ട്. ചിറകുകളുണ്ടെങ്കിലും എന്താണ്? അവ ശക്തിയുടെ പ്രതീകമല്ല. കാരണം ചിറകുണ്ടായിട്ടും അതിന് എണീക്കാൻ പറ്റുന്നില്ല. ആ ഒരു ചിറക് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ തടസ്സമാവുകയാണ്. ഇത് മനുഷ്യന്റെ ഒരു ബലഹീനതയും അതുപോലെ മനുഷ്യന്റെ ദുരിതത്തെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ റൈറ്റർ വലിയ ചിറകുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥ ജീവിതത്തിൽ ഇതെന്താണ്? അസാധ്യമാണ്. ഇത് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഇല്ല. മനുഷ്യർക്ക് ചിറകുകളില്ല. പക്ഷെ നമ്മുടെ റൈറ്റർ ഇത് വളരെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന പോലെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇതാണ് മാജിക്കൽ റിയലിസം. യാഥാർത്ഥ്യവും അതുപോലെ മാജിക്കൽ എലമെന്റും കൂടി ചേർത്ത് എഴുതുന്നതാണ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറയുമ്പോൾ ഇത് ഫാൻറ്റസി അല്ല. ഇപ്പോൾ ഹാരി പോട്ടർ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അത് മൊത്തത്തിലൊരു ഫാൻറ്റസി വേൾഡാണ്. ഇവിടെ ഫാൻറ്റസി അല്ല. ഫാൻറ്റസി കഥയിൽ മുഴുവൻ ലോകവും സാങ്കല്പികമായിരിക്കും. പക്ഷേ മാജിക്കൽ റിയലിസത്തിൽ ലോകം എന്നത് എന്താണ്? യഥാർത്ഥമാണ്. അതിലേക്ക് അസാധാരണമായിട്ടുള്ള സംഭവം സ്വാഭാവികമായി ബ്ലെൻഡ് ചെയ്യുന്നു. ഈ ഒരു ടെക്നിക്കാണ് മാജിക്കൽ റിയലിസം. Here, instead of just adding fantasy to the text, the writer skillfully blends reality with magic, producing a story which tells about an old man who falls from the sky and grows strong enough to fly back. We must also keep in mind that magical realism is not just a narrative technique to entertain the reader. It has other purposes too. It becomes a tool to express truths that cannot be shown through ordinary realism. Sometimes it is used to criticize socio-political situations. This technique is also used to expose psychological truths. ശരിക്കും റൈറ്റർ ഇവിടെ മാജിക്കൽ റിയലിസം എന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്
ആ ഒരു മാജിക് കാണിക്കാൻ മാത്രമല്ല, ചില ട്രൂത്ത്സ് പറയാൻ വേണ്ടിയാണ്. ഒരുപാട് പർപ്പസ് ഉണ്ട്. ഫസ്റ്റ് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സാധാരണ യാഥാർത്ഥ്യം കൊണ്ട് പറയാൻ കഴിയാത്ത സത്യങ്ങൾ പറയാൻ. സാധാരണ യാഥാർത്ഥ്യം കൊണ്ട് പറയാൻ കഴിയാത്തത് അസാധാരണ രീതിയിൽ പറയുന്നത്. ഓക്കെ. സെക്കൻഡ് പർപ്പസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അനീതികളെയും സ്വാർത്ഥതകളെയും ഒക്കെ വിമർശിക്കാൻ. ദെൻ തേർഡ് പർപ്പസ് മനുഷ്യരുടെ മനസ്സിലെ വികാരങ്ങളും ചിന്തകളും കാണിക്കണം. അതായത് മനുഷ്യരുടെ ഒരു സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാജിക്കൽ റിയലിസം യൂസ് ചെയ്യുന്നത്. ഇവിടെ റൈറ്റർ എന്റർടൈൻ ചെയ്യുക മാത്രമല്ല, അതിൽ ഓരോ പർപ്പസ് ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഒരു കോട്ട് നോക്കാം. It always amuses me that the biggest praise for my work comes for the imagination. While the truth is that there's not a single line in all my work that does not have a basis in reality. The problem is that Caribbean reality resembles the wildest imagination. Gabriel Garcia Marquez. എന്താണ് അദ്ദേഹം പറയുന്നത്? എൻ്റെ എല്ലാ രചനകൾക്കും യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനമുണ്ട്. പലരും അദ്ദേഹത്തിന്റെ കഥകൾ വെറും ഭാവനയാണെന്ന് കരുതുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് താൻ എഴുതുന്ന എല്ലാ അത്ഭുത സംഭവങ്ങൾക്കും യഥാർത്ഥ ജീവിതവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അദ്ദേഹം എഴുതുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ നാടായ കരീബിയൻ പ്രദേശത്തെ ജീവിതം തന്നെ ചിലപ്പോൾ അത്ര വിചിത്രമാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ അതൊരു ഭാവന പോലെ തോന്നും. അതുകൊണ്ടാണ് അദ്ദേഹം യാഥാർത്ഥ്യവും അത്ഭുതവും ചേർത്ത് കഥകൾ എഴുതിയത്. ഓക്കെ. മാജിക്കൽ റിയലിസം ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി, ബട്ട് ഇറ്റ് പ്രസൻസ് റിയാലിറ്റി ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി വേ. റിയാലിറ്റി ഒരു എക്സ്ട്രാ ഓർഡിനറി വേയിലൂടെ പ്രസന്റ് ചെയ്യാണ്. ശരിക്കും അതിലെന്തുണ്ട്? റിയാലിറ്റി ഉണ്ട്. Now let us discuss one of the stories which uses this technique. Read the excerpt from story The World Renowned Nose, വിശ്വവിഖ്യാതമായ മൂക്ക്, ബൈ ദ മലയാളം റൈറ്റർ വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറിയാണ് അല്ലേ, വിശ്വവിഖ്യാതമായ മൂക്ക്. Let's read. The hero of our story was a cook, a kitchen worker, if you like. He was not particularly intelligent. He could not read and write. His world was confined to the kitchen. He was totally indifferent to happenings outside the kitchen. Why should he pay attention to them? He could eat to his satisfaction, take as much snuff as he wanted, sleep, work. His daily routine was confined to these activities. ഈ കഥയിലെ നായകന് ഒരു സാധാരണ അടുക്കള ജോലിക്കാരനാണ്. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമല്ല, അതുപോലെ വായിക്കാനോ എഴുതാനോ അറിയില്ല. അദ്ദേഹത്തിന്റെ ലോകം അടുക്കളയിൽ മാത്രം ഒതുങ്ങിയതാണ്. ഭക്ഷണം കഴിക്കുക, ജോലി ചെയ്യുക, ഉറങ്ങുക, പൊടി ഉപയോഗിക്കുക. പൊടി വെച്ചാൽ സ്നഫ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. He did not know the names of the months of the year. When it was time for him to receive his salary, his mother would come and collect it. If he wanted snuff, the old woman herself would buy it for him. He lived a contented life till he reached his 24th year. Then an amazing thing happened. അദ്ദേഹത്തിന് മന്ത്സോ ഇയറോ ഒന്നും അറിയില്ല. അതുപോലെ സാലറി വരുമ്പം അമ്മ വന്ന് കളക്ട് ചെയ്യും. അതുപോലെ തന്നെ സ്നഫ് അത് ആ വീട്ടിലെ ഓൾഡ് വുമൺ എന്ത് ചെയ്യാണ്, വാങ്ങിച്ചു കൊടുന്നു കൊടുക്കുകയാണ്. അദ്ദേഹം ആ ഒരു അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ആ ഒരു ലൈഫ് നയിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമേസിങ് ഇൻസിഡന്റ് നടക്കുന്നു. Then his nose grew slightly in length. It passed his mouth and reached the level of his chin. അങ്ങനെ വളരെ സാധാരണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുക. അദ്ദേഹത്തിന്റെ മൂക്ക് വളരാൻ തുടങ്ങുന്നു. ആദ്യം ചെറിയ മാറ്റം, പിന്നീട് അത് വായ കടന്ന് താടി വരെ എത്തുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഇത് അസാധ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്നാൽ കഥയിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഇതൊരു സ്വാഭാവികമായിട്ട് സ്വീകരിക്കുക, സ്വാഭാവികമായി അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു കാര്യമായിട്ട് സ്വീകരിക്കുന്നു. ഇതാണ് മാജിക്കൽ റിയലിസം. നോക്കൂ, കഥയുടെ തുടക്കം മുഴുവൻ എന്താണ്? യാഥാർത്ഥ്യമാണ്. സാധാരണ മനുഷ്യൻ, സാധാരണ ജോലി, സാധാരണ ജീവിതം. പക്ഷെ പിന്നീട് ഒരു അത്ഭുതം സംഭവിക്കുന്നു. മൂക്ക് അസാധാരണമായി വളരുന്നു. ഈ അസാധ്യമായ സംഭവത്തെ നമ്മുടെ റൈറ്റർ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് ഇത് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. This story is a satire which also uses the technique of magical realism. എന്താണ്? മാജിക്കൽ റിയലിസം മാത്രമല്ല, ഇതൊരു സറ്റയർ കൂടിയാണ്. സമൂഹത്തിലെ തെറ്റുകളെ അല്ലെങ്കിൽ മനുഷ്യരുടെ വിചിത്ര സ്വഭാവങ്ങളെയും പരിഹാസ രൂപത്തിൽ എന്ത് ചെയ്യാണ്, വിമർശിക്കുന്ന ഒരു സാഹിത്യ രീതിയാണ് സറ്റയർ എന്ന് പറയുന്നത്. സോ ഇവിടെ സറ്റയറൈസ് ചെയ്യാണ്, മാജിക്കൽ റിയലിസത്തിലൂടെയാണ് സറ്റയർ ചെയ്യുന്നത്. Now let us have a look into realism. Realism is a narrative technique used in fiction to represent life as it is. It focuses on accurate
depictions of ordinary life with believable characters and a focus on social issues. മാജിക്കൽ റിയലിസം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇനി റിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിതത്തെ അതേപടി കാണിക്കുക, അതാണ് റിയലിസം. കഥകളിലും നോവലിലൊക്കെ ഒട്ടും അതിശയോക്തി ഇല്ലാതെ അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു നെറേറ്റീവ് ടെക്നിക്കാണ് റിയലിസം. സാധാരണ ജീവിതമായിരിക്കും, സാധാരണക്കാരായ മനുഷ്യരുടെ സാധാരണ ദൈനംദിനമുള്ള ജീവിതങ്ങൾ, അതേപോലെ വിശ്വസിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളായിരിക്കും. നമുക്ക് ചുറ്റും കാണുന്ന യഥാർത്ഥ മനുഷ്യരെ പോലെ വിശ്വസിക്കാൻ കഴിയുന്നവരായിരിക്കും. അതിൽ മാന്ത്രിക ശക്തികളോ അല്ലെങ്കിൽ മാനുഷിക കഴിവുകളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു മാജിക്കൽ റിയലിസത്തിൽ എന്തുണ്ട്, ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്, അല്ലേ? ഒരു ഓൾഡ് മാന് ചിറകുള്ള ഒരു ഓൾഡ് മാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെയൊന്നും അല്ലാണ്ട് സാധാരണക്കാരായ ആളുകളെ കുറിച്ച് സാധാരണ ജീവിതത്തെ എങ്ങനെയാണോ അങ്ങനെ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നെറേറ്റ് ചെയ്യുന്ന കഥകളാണ് റിയലിസ്റ്റിക് സ്റ്റോറീസ്. ദെൻ സാമൂഹിക പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, വിവേചനം, വർഗവ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേപടി എഴുതുന്നതിനെയാണ് റിയലിസം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പച്ചയായ ജീവിതത്തെ കഥകളിലൂടെ കാണിച്ചു തരുന്ന ഒരു രീതി, അതാണ് റിയലിസം. റിയലിസം വിത്ത് മാജിക്കൽ എലമെന്റ് ആണ് മാജിക്കൽ റിയലിസം. റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണോ അത് അതേപോലെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അതേപോലെ കാണിച്ചു തരുന്ന ഒരു രീതിയാണ് റിയലിസം. റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, എ നോവൽ ബൈ ചാൾസ് ഡിക്കിൻസൺ. My father's family name being Philip and my Christian name Philip, my infant I could make of both names nothing longer or more explicit than Pip. So I called myself Pip and came to be called Pip. I give Philip as my father's family name on the authority of his tombstone and my sister, Mrs. Joe Gregory, who married the blacksmith. As I never saw my father or my mother, and never saw any likeness of either of them, for their days were long before the days of photographs, my first fancies regarding what they were like were unreasonably derived from their tombstones. ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ നോവലിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൈ ഫാദേഴ്സ് ഫാമിലി നെയിം ബീങ് ഫിലിപ്പ് ആൻഡ് മൈ ക്രിസ്ത്യൻ നെയിം ഫിലിപ്പ്. ഇവിടെ ഫിലിപ്പ് എന്നുള്ളത് ഫിലിപ്പ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഒരു സൗണ്ടാണ് ലാസ്റ്റ് വരിക കേട്ടോ. എൻ്റെ ഫാദറിൻ്റെ ഫാമിലി നെയിം ഫിലിപ്പ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഫിലിപ്പ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ നെയിം എന്ന് പറയുമ്പോൾ ബാപ്റ്റിസം ചെയ്യുന്ന സമയത്തുള്ള പേരാണ് ഫിലിപ്പ് എന്നുള്ളത്. മൈ ഇൻഫാന്റ് then would make of both names nothing longer or more explicit than Pip. ഞാൻ കുട്ടി ആയതുകൊണ്ട് ഫിലിപ്പ് അല്ലെങ്കിൽ ഫിലിപ്പ് എന്ന് വ്യക്തമായി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിന് പകരം എനിക്ക് പറയാൻ കഴിഞ്ഞത് പിപ്പ് എന്നായിരുന്നു. ഇവിടെ ഡിക്കൻസിന്റെ നരേഷനാണ് മൈ ഐ എന്നൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി നെയിം ആണെന്ന് എനിക്കറിയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോംസ്റ്റോണിൽ എഴുതിയതിൽ നിന്നാണ്. ടോംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ശവകുടീരം. ആൻഡ് മൈ സിസ്റ്റർ മിസ്സിസ് ജോ ഗഗറി ഹു മാരീഡ് ദ ബ്ലാക്ക് സ്മിത്ത്. നമ്മുടെ ചാൾസ് ഡിക്കൻസിൻ്റെ സിസ്റ്റർ ഒരു ബ്ലാക്ക് സ്മിത്തിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ കൊള്ളൻ. As I never saw my father or my mother, their days were long before the days of photograph. ഡിക്കൻസിന്റെ ഫാദറും മദറും ഒക്കെ ആദ്യം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിക്കൻസിന് അവരെ കണ്ടിട്ടില്ല. their days were long before the days of photograph. ഫോട്ടോഗ്രാഫ് ഒന്നും ഇല്ലാത്ത ഒരു കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയായിരിക്കും എന്ന് പോലും നമ്മുടെ ഡിക്കൻസിന് അറിയില്ലായിരുന്നു. My first fancies regarding what they were like were unreasonably derived from their tombstone. ആ ഒരു ശവകുടീരത്തിന്റെ രൂപം കണ്ടിട്ടാണ്, അതിൽ നിന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ഓരോ രൂപത്തിന്റെ സങ്കല്പങ്ങളൊക്കെ ആർക്കുണ്ടായിരുന്നത്, ഡിക്കൻസിന് ഉണ്ടായിരുന്നത്. അതായത് കുട്ടിക്കാലത്ത് ഓരോ ചിന്തകൾ. The shape of the letters on my father's gave me an odd idea that he was a square, stout, dark man. അച്ഛൻ്റെ ആ ഒരു ടോംസ്റ്റോണിലുള്ള അക്ഷരങ്ങൾ ആ ഒരു രൂപമൊക്കെ കണ്ടപ്പം അദ്ദേഹം ഒരു തടിച്ചിട്ടുള്ള ഇരുണ്ട നിറമുള്ള ഒരു ശരീരഘടനയുള്ള ആളാണെന്ന് ഞാൻ കരുതി. ആരാണ് കരുതുന്നത് ഇവിടെ? ഡിക്കൻസ്. വിത്ത് കേളി ബ്ലാക്ക് ഹെയർ, അതുപോലെ ചുരുണ്ട കറുത്ത മുടിയായിരിക്കും എന്നൊക്കെ നമ്മുടെ ഡിക്കൻസ് സങ്കല്പിക്കുകയാണ്. ഫ്രം ദ ഇൻസ്ക്രിപ്ഷൻ ഓൾസോ ജോർജിയാന വൈഫ് ഓഫ് ദി എവോ. അതുപോലെ അമ്മയുടെ ടോംസ്റ്റോണിൽ എഴുതിയിട്ടുള്ളത് മുകളിൽ പറഞ്ഞ ആളുടെ ഭാര്യ ജോർജിയാന. ടോംസ്റ്റോണിൽ ഇങ്ങനെ ഇന്ന ആളുടെ ഭാര്യ എന്നാണല്ലോ എഴുത്ത് കൊടുക്കാറ് പേര് കൊടുക്കുന്നതിന് മുന്നേ. സോ അങ്ങനെയാണ് ഡിക്കൻസിന്റെ അമ്മയുടെ
ടോം സ്റ്റോണിലും എഴുതിയിട്ടുള്ളത്. ഐ ഡ്രൂ എ ചൈൽഡിഷ് കൺക്ലൂഷൻ. മൈ മദർ വാസ് ഫ്ലെക്കിൾഡ് ആൻഡ് സിക്ലി. ഇതിൽ നിന്നും ഡിക്കിൻസൺ മനസ്സിലാക്കുകയാണ്, ഒരു കുട്ടിയാണല്ലോ, അപ്പോൾ ഒരു തെറ്റായ ഒരു നിഗമനത്തിലെത്തുകയാണ്. എന്തെന്ന്, എൻ്റെ അമ്മയ്ക്ക് മുഖത്ത് പുള്ളികൾ ഉണ്ടായിരുന്നെന്നും അവർ എപ്പോഴും അസുഖബാധിതരായിരുന്നു എന്നും ഞാൻ കരുതി. 5 little stone lozenges, they were sacred to the memory of 5 little brothers of mine who gave up trying to get a living exceedingly early in that universal struggle. ഇവിടെ എന്താ പറയുന്നത്, ഫാദറിന്റെ മദറിന്റെ ടോം സ്റ്റോണിന്റെ അടുത്ത് തന്നെ വേറെ 5 ടോം സ്റ്റോണുകൾ കൂടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഡിക്കിൻസന്റെ 5 ബ്രദേഴ്സിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ്. അതായത് അവർ എന്ത് ചെയ്യാണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ലോകം വിട്ട് പോയിട്ടുണ്ട്. ഐ ആം ഇൻഡപ്റ്റഡ് ഫോർ എ ബിലീഫ് ദേ ഹാഡ് all been born on their backs with their hands in their trousers pockets and had never taken them out. ഞാൻ ഒരിക്കൽ വളരെ ഉറച്ച വിശ്വാസത്തോടെ ഒരു വിചിത്രമായ കാര്യം കരുതിയിരുന്നു. എൻ്റെ 5 ബ്രദേഴ്സും ജനിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്യണം, വളർന്നു കിടക്കുന്ന നിലയിലായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കൈകൾ പാൻസിന്റെ പോക്കറ്റിലായിരുന്നു എന്നും അവർ ജീവിതകാലം മുഴുവൻ കൈകൾ പുറത്തെടുത്തിട്ടില്ലെന്നും ഞാൻ വിശ്വസിച്ചു. ഇതൊരു കുട്ടിയുടെ നിഷ്കളങ്കമായ സങ്കല്പമാണ്. അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ തന്റെ മാതാപിതാക്കളെ ഒരിക്കലും കണ്ടിട്ടില്ല. അവരുടെ ടോം സ്റ്റോൺ നോക്കിയിട്ട് അവരുടെ രൂപം മനസ്സിൽ സൃഷ്ടിക്കുന്നു. അതുപോലെ ബ്രദേഴ്സിനെ കുറിച്ച് പറയുന്നു. വളരെ ഹാസ്യത്തോടെയാണ് നമ്മുടെ ഡിക്കിൻസൺ ഈ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ തന്നെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. When we discuss realism and magical realism, we read some excerpts from the work of Gabriel Garcia Marquez, വൈക്കം മുഹമ്മദ് ബഷീർ ആൻഡ് ചാൾസ് വിക്കൻസ്. റിയലിസവും മാജിക്കൽ റിയലിസവും പഠിച്ചപ്പോൾ നമ്മൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിനെയും വൈക്കം മുഹമ്മദ് ബഷീറിനെയും അതുപോലെ ഡിക്കൻസിൻ്റെ ഒക്കെ ഓരോ സ്റ്റോറിയിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. You might have noticed that the first 2 excerpts are narrated by a person outside the story. ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിൻ്റെ ആണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആയാലും ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ആ കഥയ്ക്ക് പുറത്തുള്ള ആളാണ് അത് നരേറ്റ് ചെയ്യുന്നത്. ബട്ട് ദ തേർഡ് വൺ ഈസ് നരേറ്റഡ് ബൈ എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. പക്ഷേ തേർഡ് വൺ, അതായത് ഡിക്കിൻസന്റെ കാര്യങ്ങൾ പറയുന്നത്, ഡിക്കിൻസൺ എൻ്റെ പേര്, എൻ്റെ അച്ഛൻ്റെ, അങ്ങനെ എൻ്റെ മൈ എന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ആ സ്റ്റോറിയുടെ ഉള്ളിലുള്ള ആളാണ്, ക്യാരക്ടർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നരേറ്റ് ചെയ്യുന്നത്. ഈ ട്രഡീഷനാണ് ദി പെർസ്പെക്റ്റീവ് ത്രൂ വിച്ച് ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ഈസ് കോൾഡ് ദ പോയിന്റ് ഓഫ് വ്യൂ. ഒരു കഥ ഏത് വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെയാണോ പറയപ്പെടുന്നത് എന്നതിനെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് വിളിക്കുക. ഇപ്പം ഡിക്കൻസന്റെ സ്റ്റോറിയിൽ ഐ, മൈ എന്നൊക്കെ യൂസ് ചെയ്ത് പറയുമ്പോൾ അത് ആ ക്യാരക്ടറിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ്. പോയിന്റ് ഓഫ് വ്യൂ എന്നത് കഥ പറയുന്ന ആളുടെ കാഴ്ചപ്പാടാണ്. കഥയ്ക്ക് പുറത്തുള്ള ഒരാൾ കഥ പറയുകയാണെങ്കിൽ അത് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. കഥയിൽ ഒരു കഥാപാത്രത്തിന്റെ കഥ പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആകും. ഓക്കെ, ഇത്രയാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. ഈ പോയിന്റ് ഓഫ് വ്യൂല് 3 ടൈപ്സ് ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. പോയിന്റ് ഓഫ് വ്യൂ സിഗ്നിഫൈസ് ദ വേ എ സ്റ്റോറി ഈസ് ടോൾഡ്, the mode by which the reader is presented with the characters, dialogues, actions, settings and events of the narrative. പോയിന്റ് ഓഫ് വ്യൂ എന്നത് കഥ അവതരിപ്പിക്കുന്ന രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. കഥാപാത്രങ്ങളെ, സംഭാഷണം, സംഭവങ്ങളെ, പശ്ചാത്തലം എന്നിവ റീഡറിന് ഏത് കാഴ്ചപ്പാടിലൂടെയാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് പോയിന്റ് ഓഫ് വ്യൂ. There are 3 main points of view in literary text. Literary textil 3 types of point of view ആണ് ഉള്ളത്. First one is first person narrative. In a first person narrative, the narrator speaks as I and is a participant or the protagonist of the story. For instance, look at the opening lines of the novel Moby Dick. Call me Ismail. Some years ago, never mind how long precisely, having little or no money in my purse and nothing particular to interest me on shore, I thought I would sail about a little and see the watery part of the world. Moby Dick, ഹെർമൻ മെൽവിലെ. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഐ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ്. അതായത് ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റ് ആയിരിക്കും സ്റ്റോറി നരേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഹെർമൻ മെൽവിലയുടെ മോബി ഡിക്കിൽ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്, കോൾ മീ ഇസ്മായിൽ തുടങ്ങുന്ന. അതിൽ ഐ, മീ എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇസ്മായിലാണ് എന്ത് ചെയ്യുന്നത്, കഥ നരേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ്. Then second person narrative. In second person narrative, the story is an address by the narrator to someone he calls by the second person pronoun you. Italian novelist Italo Calvino used this technique in his novel. You are about to begin reading Italo Calvino's new novel,
If on a winter's night a traveler relax, concentrate, dispel every other thought, let the world around you fade. But you close the door, the TV is always on in the next room. Tell the others right away, no, I don't want to watch TV. Raise your voice. They won't hear you otherwise. I am reading. I don't want to be disturbed. If on a winter's night a traveler, Italo Calvino. സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റർ എന്ത് ചെയ്യാണ്, റീഡേഴ്സിനെ നേരിട്ട് അഡ്രസ്സ് ചെയ്ത് യു എന്ന് പറഞ്ഞ് ഒരു സർവ്വനാമം, നീ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മൾ നേരിട്ട് അഡ്രസ്സ് ചെയ്ത് പറയുന്നതിനെയാണ് സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റാലോ കാൽവിനോ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലെ ഭാഗമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അടുത്ത് അഡ്രസ്സ് ചെയ്യാണ് എന്തെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ബുക്ക് റീഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. Then third person narrative. In third person narrative, the narrator is someone outside the story who refers to all the characters in the story by name, or as he, she, they, etc. Here the narrator is an all-knowing person who has access to the thoughts, feelings and motives of the characters. ഇവിടെ കഥ പറയുന്ന ആള് കഥക്ക് പുറത്തുള്ള ആളാണ്. തേർഡ് പേഴ്സൺ നെറേറ്റീവിൽ കഥ പറയുന്ന ആള് കഥക്ക് പുറത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെ ഹി, ഷീ, ദേ എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. കഥയിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും ചിന്തകളും വികാരങ്ങളൊക്കെ ഇവിടെ കഥ പറയുന്ന ആൾക്ക് വിവരിക്കാൻ പറ്റും. നമുക്ക് ഓരോന്നും ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ്. ഇൻ എ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ദ സ്റ്റോറി ഈസ് ടോൾഡ് യൂസിങ് ദ പ്രൊനൗൺ ഐ. The narrator can tell only what he or she knows, feels, experiences or learns from others. This may seem like a limitation, but it actually helps the writer express feelings and emotions quite clearly and strongly. ഇവിടെ ഐ എന്ന സർവ്വനാമമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കഥയിൽ ഒരു കഥാപാത്രമാണ് കഥ പറയുക. സ്വന്തം അനുഭവങ്ങൾ, വികാരങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ലിമിറ്റേഷൻ ആയിട്ടും പറയാം. പക്ഷെ ഇത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത് റൈറ്ററിന്റെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ക്ലിയർ ആയിട്ട് സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് uses the pronoun of addresses you and is not very common in literature. However, some writers like Italo Calvino have used it to create interesting and complex stories. Second person narrative അധികം കാണാറില്ല, റെയർ ആയിട്ട് കാണാറുള്ളൂ. അത് നമ്മുടെ റീഡേഴ്സിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് റൈറ്റേഴ്സ് അഡ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. Then third person narrative. In a third person narrative, the narrator outside the story and knows everything about all the characters and events. This allows the writer to describe many characters and situations in great detail. നമ്മുടെ നെറേറ്റർ എന്ന് പറയുന്നത് സ്റ്റോറിക്ക് പുറത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അവരുടെ ഇവന്റ്സിനെ കുറിച്ചും അവരുടെ ഫീലിങ്സിനെ കുറിച്ചും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആകുമ്പോൾ ഐ, വി എന്ന പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് ആകുമ്പോൾ യു ആണ് യൂസ് ചെയ്യുന്നത്. തേർഡ് പേഴ്സൺ നെറേറ്റീവിലാണ് ഈ, ഷീ, ദേ എന്ന പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മാജിക്കൽ റിയലിസം പോയിന്റ് ഓഫ് വ്യൂ. ഈ 3 നെറേറ്റീവ് ടെക്നിക്സ് ആണ് നമ്മൾ ഇതിലൂടെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് ദിസ് വീഡിയോ യൂസ്ഫുൾ, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.